സുൽത്താൻ ദർബാറിലേക്ക് ആഗതനാവുകയാണ്. എന്നാ പിന്നെ കവിത ചൊല്ലൽ ആരംഭിക്കാം. ഇത്രയും ലൈറ്റ് ഉണ്ടായിട്ട് പോലും സുൽത്താന് മറ്റുള്ളവരെ കാണാൻ ഒരു മെഴുതിരിയുടെ ആവശ്യം വേണ്ടി വന്നു. കഴുതേ, ഇതിനെ ഷമായി മെഹഫിൽ എന്നാണ് പറയുന്നത്. ഇത് കൊണ്ടുപോയി ആരുടെ മുന്നിൽ വെക്കുന്നോ അവരാണ് കവിത ചൊല്ലേണ്ടത്. കൂട്ടുകാരെ, അത് ആരുടെ മുമ്പിലെങ്കിലും കൊണ്ടുപോയി വെച്ചോട്ടെ. കണ്ണാ സാർ കവിത ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഉടനെ പോകും. ഇവരുടെ ശ്രദ്ധ പിടിച്ച് പറ്റണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു കമന്റ് പാസ്സാക്കിയേ മതിയാകും. ഒരു മനോഹരമായ ഗസലിന്റെ കുറച്ച് വരികൾ കവിതയായിട്ട് ചൊല്ലാൻ ഞാൻ. അങ്ങനെയാവട്ടെ. സുഗന്ധത്തിന്റെ നാളുകൾക്കല്ലോ വസന്തം എന്ന പേരിട്ടിരിക്കുന്നത്. വസന്തമാണല്ലോ പൂക്കളിൽ സുഗന്ധം ചാലിച്ചിരിക്കുന്നത്. എന്തൊരു നല്ല കവിതയാണ്. സുഗന്ധത്തിന്റെ നാളുകൾക്കല്ലോ വസന്തം എന്ന് പേരിട്ടിരിക്കുന്നത്. വൈക്കോല് കൊടുത്തിട്ടാണല്ലോ പശു പാല് തരുന്നത്. മിക്കവാറും ഈ പരിപാടിക്ക് ശേഷം നമ്മൾ ജയിലിൽ പോകേണ്ടി വരും. കഥകളെല്ലാം പഴങ്കഥകളായി മാറിയിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇന്ന് ആ കഥകളൊക്കെ വെറും കെട്ടുകഥകളായി മാറിയിരിക്കുന്നു നമ്മുടെ നാട്ടിൽ. ആഹാ, കൊള്ളാം, നന്നായിരിക്കുന്നു. ആഹാ, എന്തൊരു നല്ല കവിത. കഥകളെല്ലാം പഴങ്കഥകളായി മാറിയിരുന്ന ഒരു കാലഘട്ടത്തിൽ വീട്ടിൽ ഞാൻ ഗോട്ടിയിട്ട് വയ്ക്കുമായിരുന്നു ചെപ്പിൽ. അയാളിതാ ആ വിളക്ക് അങ്ങോട്ടാ കൊണ്ടുപോകുന്നത്. ഇനി ഞാൻ അടുത്തതായി ഇവിടേക്ക് വരവേൽക്കുകയാണ്. ഇനി ആരെങ്കിലും വരവേൽക്കാനുണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് വരവേറ്റാ മതി. ഇനി ഈ വിളക്ക് നേരെ ഖന്നാ സാറിന്റെ അടുത്തേക്ക് മാത്രമേ പോകൂ. ആരാണ് ഈ വിവരദോഷി? വിവരദോഷിയല്ല, ഞാൻ ഹണിയാണ്. ക്ഷമിക്കണം ഗുസൂർ, ഇതാണ് ഖന്ന. ഇദ്ദേഹം പുതിയതായി വന്നിരിക്കുന്ന കവിയാണ്. ഇദ്ദേഹത്തിന് അവസരം നൽകൂ. ഹണിയുടെ തെറ്റുകൾ ക്ഷമിച്ച് മാപ്പ് നൽകിയാലും. ശരി, ക്ഷമിച്ചിരിക്കുന്നു. അതായത് എന്റെ ഈ ദർബാറിൽ എല്ലാവർക്കും അവസരം ലഭിക്കാറുണ്ട്. പുതിയ കവിക്ക് സ്വന്തം കവിത ചൊല്ലാവുന്നതാണ്. സിംഹാസനത്തിലിരുന്ന് ഈ കൊട്ടാരം ഭരിക്കുന്ന താങ്കളെ ഷഹൻഷാ എന്ന് വിളിക്കും. കവിത ചൊല്ലാൻ പോകുന്ന കവിയെ തീർച്ചയായും ഖന്ന എന്ന് വിളിക്കും. അടികൈ. ഇപ്പോ കേട്ട കവിതയ്ക്ക് ഗുണമില്ല. ഇതിനെ കവിത എന്ന് പറയാനാവില്ല. കലയെ അപമാനിക്കുന്നത് ശരിയല്ല. എന്താ, ശരിയല്ലേ? എന്റെ കവിതകൾ ദേ ഈ കൊട്ടാരത്തിൽ മുഴുവൻ പാട്ടായി. എനിക്ക് സന്തോഷമുണ്ട്. എന്റെ ആദ്യ കവിതയിൽ തന്നെ എല്ലാവരും ഫ്ലാറ്റായി. സാർ നമ്മുടെയൊക്കെ പുക കണ്ട ഇവിടുന്ന് എണീറ്റ് പോവുള്ളൂ. സംശയമുണ്ടോ? കൊതുകിന്റെ കടി കൊണ്ടാൽ കോവറ കഴുത ഒരിക്കലും ചാകില്ല. ആഹാ, എന്താ ഒരു കവിത. കൊതുകിന്റെ കടി കൊണ്ടാൽ കോവർ കഴുത ഒരിക്കലും ചാകില്ല. കൊള്ളാം, കൊള്ളാം. കൊതുകിന്റെ കടി കൊണ്ടാൽ ഒരിക്കലും കോവറ കഴുത ചാവില്ല. ചക്കയുടെ ചെറം ഉടുപ്പിൽ വീണാൽ അതൊരിക്കലും കഴുകിയാലും പോവില്ല. നാളെ നല്ല രസമായിരിക്കും. ഇന്നേതായാലും നമ്മൾ ഈ വീട് പൊളിച്ചിരിക്കും. എടാ, കഴുത്തിന് നീളമുള്ള ജിറാഫേ, ജീവൻ വേണമെങ്കിൽ വേഗം സ്ഥലം വിട്ടോ. അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരനെ കണ്ടോ, അവനെ നല്ല ദേഷ്യം വരും. ഞാൻ ആദ്യമായിട്ടാണ് ഡ്രാഗണിനെ കാണുന്നത്. ഇത് നിന്റെ അവസാനത്തെ കാഴ്ചയാ. മര്യാദക്ക് ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോ, ഇല്ലെങ്കിൽ സോനു, മോനു, സാഹിൽ, അഥവാ ഇത് ഡ്രാഗൺ ആയിരുന്നെങ്കിൽ വായിൽ നിന്നും തീ വന്നേനെ. ഇത് ശരിക്കും ഡ്രാഗൺ ആണ്. മുൻപെങ്കിൽ ഇത്ര ഉയരങ്ങളിൽ പിടിപാടുണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ആഹാ കുട്ടികളെ, കന്നാ സാറേ, അങ്ങേക്ക് വേണ്ടി മാഡം പ്രാതൽ കൊടുത്ത് അയച്ചിട്ടുണ്ട്. അത് ശരി, കൊള്ളാം. കന്നാ സാറേ, സാർ എന്തിനാ അലാറം ക്ലോക്ക് സാറിന്റെ കൈ കെട്ടിയിരിക്കുന്നേ?
പ്ലംബറിനെ വിളിക്കേണ്ടി വരും. സിങ്ക് ബ്ലോക്കാ. ഇത് സാധാരണ ക്ലോക്ക് അല്ല, സ്പെഷ്യൽ ക്ലോക്കാ. അടി കൈ. അടിക്കാം, പക്ഷെ ഇത് പറ, ഇതിനെന്താ എത്ര സ്പെഷ്യാലിറ്റി ഉള്ളത്? എന്റെ പോപ്പറ്റ് ഇത് വല്യച്ഛൻ ഉണ്ടാക്കിയതാണ്. ഇത് വെച്ച് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ഇത് വല്യച്ഛൻ എനിക്ക് സൂക്ഷിക്കാൻ വേണ്ടി തന്നതാണ്. എവിടെ ഞാനൊന്ന് കാണട്ടെ. ഒന്ന് നിക്കട്ടെ ബണ്ണി. ഇത് അപൂർവവും വിലപ്പെട്ടതുമായ വാച്ചാണ്. ഞങ്ങൾക്ക് ഒന്ന് കാണണം. ഒന്ന് നിക്കണോ അവിടെ? എന്റെ പിള്ളേരെ, ഇത് കളിപ്പാട്ടൊന്നും അല്ല. ടൈം ട്രാവലർ ഒരു പ്രത്യേക സാധനമാണ്. എന്തായാലും ഞങ്ങളും അത് കണ്ടേ മതിയാകൂ. അയ്യോ, ഒടിഞ്ഞു പോയേ. അയ്യോ വാച്ച് ഒടിഞ്ഞു പോയോ? മീൻ വെക്കുന്ന ചട്ടിയാ പൊട്ടിയത്. വാച്ചല്ല പിള്ളേരെ, എന്റെ നടുവാ ഒടിഞ്ഞത്. നിൽക്ക്, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. സാറേ, സാറിന്റെ കയ്യിലെ വാച്ച് എന്തിനാ ഇങ്ങനെ മിന്നിക്കളിക്കുന്നേ? വാച്ച് ചീത്തയെന്നാ തോന്നുന്നേ. എനിക്കത് ശരിയാക്കാൻ അറിയാം. ഒന്നും ചെയ്യണ്ട പിള്ളേരെ. അബദ്ധത്തിൽ സ്വിച്ചെങ്ങാനും മാറിപ്പോയാൽ നമ്മൾ പിന്നെ വേറെ യുഗത്തിലെത്തും. നിന്നോട് ഞാൻ ചോദ്യം ചോദിക്കാം. ഒരു വീട്ടിൽ 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. ആരാ പിന്നെ എന്താ വീട്ടിൽ നിന്ന് പുറത്തു പോയി. അപ്പൊ ഇപ്പൊ വീട്ടിലാരാ ഉള്ളേ? ആരാ ഉള്ളത്? അത് തന്നെ ഞാനും ചോദിച്ചത്. ആരാ ഉള്ളത്? ഞാൻ ഉത്തരം പറഞ്ഞതാണ്. വീട്ടിൽ ആരാ ഉള്ളത്? എനിക്കറിയുന്നുണ്ടെങ്കിൽ ഞാൻ നിന്നോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ ആരാ ഉള്ളതെന്ന്? ഇവനെന്ത് മണ്ടൻ ചോദ്യമായി ചോദിക്കുന്നേ? എന്താ ഏതായാലും വീട്ടിൽ നിന്ന് പുറത്തു പോയിരിക്കല്ലേ. അപ്പൊ പിന്നെ അതെങ്ങനെയാ മണ്ടൻ ചോദ്യാവുന്നേ? എന്താ പോയതെങ്കില് ആരാ വീട്ടിലുള്ളത്? ദേ പിന്നെ അത് തന്നെ ചോദ്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നോണ്ട് ഉത്തരം കിട്ടിയില്ല എന്റെ കൊച്ചളിയാ. നീ ഇതിന്റെ പറയ എന്താണ് ഉത്തരം? എന്താന്നുള്ളത് അതിന് ഉത്തരവല്ലല്ലോ. എന്താ വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോയിരിക്കല്ലേ? ഈ റോഡരികിലെ വഴിയരികിൽ തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും ചന്നം പിന്നം തുള്ളി വഴിതെറ്റിയ എന്നെ നിങ്ങൾ പേടിപ്പിച്ചു. അതിനെ കുറിച്ച് ഏതായാലും ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താ പറയാൻ ആഗ്രഹിക്കുന്നത്? അയ്യോ ക്ഷമിക്കണേ അമ്മാവാ. നോക്ക് മോനെ, ഏതോ ഒരു മഹാൻ പണ്ട് പറഞ്ഞത് വളരെയധികം ശരിയാണ്. അതെന്താ പറഞ്ഞത്? അതായത് പോയി വെള്ളം കൊണ്ടുവരൂ. എനിക്കൊന്നും മനസ്സിലായില്ല. ആ മഹാന് ദാഹിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മഹാനായാലും എന്താ, ദാഹിച്ചാൽ അദ്ദേഹത്തിനും വെള്ളം കുടിക്കണ്ടേ? ഒരു മിനിറ്റ്, ഇത് മുന്നു അങ്കിളല്ലേ? മുന്നേങ്ങളോ? ആ, എനിക്ക് ഓർമ്മ വന്നു. അന്ന് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ. അപ്പൊ കുട്ടിക്കാലത്ത് നീ ജിറാഫായിരുന്നോ? അയ്യോ സോറി, കൈ താഴ്ത്തി പറയണമെന്നുള്ള കാര്യം ഞാൻ അങ്ങ് മറന്നുപോയി. ഞാൻ ദാ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ജിറാഫിനെ കുറിച്ച് എന്നെ ഓർമ്മിപ്പിക്കരുത് മക്കളെ. ഞാനൊരു വലിയ മരത്തിന്റെ മുകളിലത്തെ ചില്ലയിലായിരുന്നു താമസിച്ചിരുന്നത്. ആ മരം ഇപ്പൊ ഒരു ജിറാഫിന്റെ കയ്യിലാണ്. എന്റെ ട്രീ ഹൗസ് അവന്റെ വലിയ കഴുത്ത് പോലും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ട്രീ ഹൗസിൽ കഴിയാനായിട്ട് വളരെയധികം വ്യസനവും ദുഃഖവും ക്ലേശകരവുമായി തോന്നുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആ ജിറാഫിനോട് പോവാൻ പറയാത്തത് എന്താ? മോനെ, മങ്കി എന്നത് നോർമലി ഞാനാണെങ്കിലും മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവനാ. സത്യത്തിൽ അവൻ അവിടെ വന്ന് കളിക്കുന്നതാണ് രസമായി തോന്നുന്നത്. ഇതിനെക്കുറിച്ച് പണ്ടേതോ ഒരു കവി എന്തോ പറഞ്ഞിട്ടുണ്ട്. അങ്ങേരെന്താ പറഞ്ഞത്? അത് നമുക്കെല്ലാവർക്കും ഗോൾ ബസാറിൽ പോയാലോ? ഇതെന്ത് കാര്യമാ ഇത്? ആ കവിക്ക് ഓട്ടോറിക്ഷ കിട്ടാത്തതുകൊണ്ട് വഴിയിൽ നിന്നപ്പോ പറഞ്ഞതാണ്. അല്ല, കവിക്ക് എന്താ ഓട്ടോറിക്ഷയിൽ പോകാൻ പാടില്ലേ? ഈ ജിറാഫുകള് അവരുടെ പരിധി വിട്ട് കളിക്കുകയാണ്. ഏറ്റവും വലിയ വിഷമം മറ്റൊന്നുമല്ല മോനെ, ഇവന്മാര് എന്നെ മാത്രമല്ല മറ്റുള്ളവരെ ഈ ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ദാ നിങ്ങളും കണ്ടോണ്ടിരിക്കുവല്ലേ. ഞങ്ങളുടെ ഏരിയയിലേക്ക് എൻട്രിയോ? അങ്ങനെ അവൻ എക്സിറ്റ് ആയി. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. ഇവിടെ ഞാൻ മാത്രമേ കളിക്കൂ. മറ്റാരെയും ഞാൻ ഇവിടെ അലോ ചെയ്യില്ല. നീ ഒറ്റയ്ക്ക് പോവല്ല ഹണി. ജിറാഫേട്ടാ, ഇന്ന് രാവിലെ ന്യൂസ് പേപ്പറിൽ ഉണ്ടായിരുന്നു ആഫ്രിക്കയിലെ പുതിയ മോഡലിലുള്ള ഒരു ബസ് ഇറങ്ങിയിട്ടുണ്ടെന്ന്.
അതിനിപ്പോ ഞാനെന്ത് വേണം? ചേട്ടന്റെ കഴുത്തിലാണെങ്കിൽ നല്ല നീളമുള്ളതല്ലേ? ഇവിടെ നിന്ന് നോക്കിയിട്ട് പറയാമോ ആ ന്യൂസ് സത്യമാണോ അതോ അല്ലയോ എന്ന്? മാപ്പ് ഇവനാ ചോദിക്കേണ്ടത്. ഇവരെ മുന്നും നിങ്ങളുടെ ട്രീ ഹൗസിനടുത്തുനിന്ന് പോകുന്നില്ല. ഇപ്പൊ ഇവന്മാരുടെ കളി കാരണം അദ്ദേഹത്തിന്റെ വീട് നശിക്കുകയാണ്. ഡോണ്ടു, ഈ മരത്തിന്റെ ചൂട്ടിൽ കളിക്കുമ്പോൾ എനിക്ക് നല്ല ഫീല് കിട്ടാറുണ്ട്. പക്ഷേ ഈ ട്രീ ഹൗസ് ഉള്ളതുകൊണ്ട് എനിക്ക് നല്ല സുഖം തോന്നാറില്ല. അതുകൊണ്ടാണ് ഞാൻ നശിപ്പിക്കുന്നത്. ഇനി ഞങ്ങളുടെ അനുവാദമില്ലാതെ നിനക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല. സംശയമുണ്ടോ? ഡോണ്ടു, ജസ്റ്റ് ചിൽ. വാടാ കൂട്ടുകാരെ, ടിങ്കു പിങ്കു സുനിൽ. അല്ല ഇവരൊക്കെ ആരാ? എടാ നിന്നെയൊക്കെ തന്നെയാ വിളിച്ചത്. ഇവന്മാർക്ക് തല്ലിന് നല്ല ഫീല് കൊടുക്ക്. മറ്റാർക്കും ഫീൽ ചെയ്യാത്ത രീതിയിൽ വേണം തല്ലാൻ. ആ? ആഹാ. കൊള്ളാലോ. ഈ പുതിയ കാപ്പ് എവിടെ നിന്ന് മേടിച്ചത്? ഇത് ക്യാപ്പല്ല, ഏതോ കിളികൾ പനമരമാണെന്ന് വിചാരിച്ചെന്റെ തല കൊണ്ട് കൂടെ കൂട്ടിയിരിക്കുക. ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കാനേ ഒരു ബെസ്റ്റ് ഐഡിയ എന്റെ കയ്യിലുണ്ട്. ഇങ്ങി താഴേക്ക് വന്നേ. ഡോണ്ടു, ജസ്റ്റ് ചിൽ. ഇനി ഒന്നും ചെയ്യരുത്. ഞങ്ങൾ മാപ്പ് ചോദിക്കാം. ഇനി ഒന്നും ഇങ്ങനെ ഉണ്ടാകില്ല. കണ്ടില്ലേ, പേടിച്ചു പോയി. വലിയ പരുന്തുകൾ വരെ എന്റെ കാലിൽ വീണ് കരഞ്ഞിട്ടുണ്ട്. പിന്നെയാണോടാ നീയൊക്കെ? സംശയമുണ്ടോ? അമ്മേ. അയ്യോ, അയ്യോ. വളരെ വലുതാണ്. അല്ല ഇതാരാണ്? ആരോ ഇങ്ങോട്ട് വരുന്നുണ്ട്. ദേ നോക്ക്. എന്റെ അമ്മോ, ഇത് മിർസ കാഫിലാണ്, 18th സെഞ്ചുറിയിലെ ഏറ്റവും വലിയ കവി. ഞാൻ ഇദ്ദേഹത്തിന്റെ ഒരു വലിയ ഫാനാണ്. എനിക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടണം. എന്തായി ചെയ്യുന്നത്? ഈ വേഷത്തിൽ അങ്ങനെ കണ്ടു കഴിഞ്ഞാ ഫാൻ തലയിലിട്ട് കൊന്നുകളയും. പക്ഷെ ഈ കാലഘട്ടത്തിൽ ഫാൻ ഇല്ലല്ലോ. സംശയമുണ്ടോ? സ്റ്റൂളിൽ കയറി നിന്ന് വൃത്തിയായി തുടക്കാൻ ഫാൻ. പരിചയപ്പെടാൻ പറ്റില്ല. ഒന്ന് കാണെങ്കിലും ചെയ്തോട്ടെ ഞാൻ. അയ്യോ, അയാൾ ഇങ്ങോട്ടാ വരുന്നത്. ഓടിക്കോ. മഴ കാത്തു നിൽക്കുന്നതാണ് വേഴാമ്പൽ, കുളത്തിൽ വളരുന്നതാണ് അല്ലിയാമ്പൽ. കാണുന്ന പൂക്കൾക്കെല്ലാം വർണ്ണമേറെ, ദൈവത്തിന്റെ കൊട്ടാരത്തിൽ അംഗങ്ങളുമേറെ. അടിപൊളി. അയ്യോ, അല്ല, ഈ ശബ്ദം ഇത് എവിടുന്ന കേൾക്കുന്നത്? പ്രശംസ കേട്ട് കേട്ട് ശീലിച്ച് ഇപ്പൊ എന്ത് കേട്ടാലും പ്രശംസ കേൾക്കുന്നത് പോലെയാ എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ കവിതയും നന്നായിട്ടുണ്ട്. ഇത് നേരെ ദർബാറിൽ അവതരിപ്പിച്ച ബാദുഷയ്ക്ക് സന്തോഷമാവും. ആ തെറ്റുപറ്റി ക്ഷമിക്കൂ സുൽത്താൻ. ഈ തൂവാല പിടിക്ക് മുഖം വൃത്തിയാക്കാൻ. ഇങ്ങനെ ഒരു അവസരത്തിലും കവിതയോ? എനിക്ക് വളരെ സന്തോഷമായി. ഇതാ എന്റെ വക ഒരു സമ്മാനം. കന്നാ സാറേ, ഓടിക്കോ. അല്ല നമ്മളെന്തെങ്കിലും കിടന്ന് ഓടുന്നേ? വാച്ച് കയ്യിലുണ്ടല്ലോ, തിരിച്ചു പോവാം നമുക്ക്. ഈ കഴുതക്ക് ഇങ്ങനെയുള്ള സമയങ്ങളിലാണല്ലോ ബുദ്ധി തെളിയുന്നത്. സംശയമുണ്ടോ? കന്നാ സാറേ, വേഗം വാച്ചിലെ സ്വിച്ച് അമർത്ത്.
പെട്രീഷ്യ, എപ്പോഴത്തെയും പോലെ ഫാന്റാസ്റ്റിക് പെർഫോമൻസ്. Oh, I know, sir. But thank you. Next, Masti Mix Group. നമുക്കിപ്പോൾ സർക്കസിലെ ജോക്കർ പെർഫോമൻസ് കാണാം കൂട്ടുകാരെ. കൊള്ളാം. എന്തായാലും ഇവരുടെ ഗ്രൂപ്പിന് പേരിട്ടത് ആരാണെന്നറിയില്ല. എന്തായാലും കോമഡിയായി. കോഴിയും പൂച്ചയും പട്ടിയും മുയലും എല്ലാരും ഉണ്ടല്ലോ. വൗ, എക്സലന്റ്. ഇതുപോലൊരു പെർഫോമൻസ് ഇതിനു മുമ്പ് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. ഇപ്രാവശ്യം SPL മസ്തി മിക്സ് ഗ്രൂപ്പ് ആയിരിക്കും പെർഫോം ചെയ്യുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സനി. സോറി, എനിക്കൊരു തെറ്റുപറ്റിപ്പോയി. ഞാൻ തോറ്റതിൽ എനിക്ക് ഒരു വിഷമവുമില്ല. പക്ഷെ കിറ്റി ജയിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ കിറ്റി? അതെ, നിങ്ങൾ എല്ലാരും എന്റെ നല്ല ഫ്രണ്ട്സ് ആണ്. ഹായ് സണ്ണി, ഓഡിഷന് തയ്യാറാണോ നീ? ഹായ് കിറ്റി. എന്തിനാണ് ഈ ജോലിയും കൂലിയില്ലാത്തവന്മാരെ കൂടെ കൂട്ടിയതാ? ജോലിയും കൂലിയില്ലാത്ത നിനക്ക സെലക്ഷൻ കിട്ടിയിരുന്നെങ്കിൽ ഈ ഡ്രസ് ഇട്ടോണ്ട് നിനക്ക് ഇവിടെ കമ്മൽ കച്ചവടം നടത്താം. എടാ, അതൊക്കെ നിനക്ക് മാത്രമേ ചേരൂ. ഞങ്ങളൊക്കെ അമ്യൂസ്മെന്റ് പാർക്കിൽ മാത്രമേ പോവുള്ളൂ. അത് ഞങ്ങൾക്കറിയാം. ഈ മുയലിന്റെയും പുലിയുടെ ഒക്കെ മാസ്ക് വെച്ച് അവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ എല്ലാം ചിരിപ്പിച്ച് പൈസ ഉണ്ടാക്കാനല്ലേ? അതപ്പോ നീയാണല്ലേ? ഓ, നിങ്ങൾ എല്ലാരും ഒന്ന് നിർത്തുന്നുണ്ടോ? എക്സ്ക്യൂസ് മീ. ഇതാരാ? ഇത് പെട്രീഷ്യയാണ്. പെറ്റി ഓട്ടോറിക്ഷയോ? കണ്ടിട്ടൊരു വണ്ടിയായിട്ട് തോന്നുന്നില്ലല്ലോ എനിക്ക്. നടക്കി കഴുതേ, അവളുടെ പേരാണ് പെട്രീഷ്യ. ഹായ് ഗായ്സ്, ആർ യു റെഡി? ഓ, എന്റെ ടീമിന് വേണ്ടിയുള്ള ഓഡിഷൻ തുടങ്ങാൻ പോവാണ്. മിനി, വേഗം തുടങ്ങൂ ഡിയർ. ഷീസ് ഗുഡ്. വെരി ഗുഡ്. മൈ ജിയ, ഇനി അപ്പുറത്ത് പോയി പെർഫോം ചെയ്താ മതി. സനി, യു ആർ നെക്സ്റ്റ്. വൗ സനി, നീ ഞങ്ങളുടെ സ്റ്റാർ പെർഫോമർ ആകാൻ പോവാണ് ഡിയർ. അതല്ലെങ്കിൽ അങ്ങനെ തന്നെയാണല്ലോ.
കൊച്ചളിയ വാ നമുക്കൂടി ഇത് ശ്രമിച്ചു നോക്കാം. വേണ്ട വേണ്ട, നമ്മൾ പ്രാക്ടീസേ ചെയ്തിട്ടില്ല. നമ്മൾ ഏറ്റവും ബെസ്റ്റ് അല്ലേ കൊച്ചളിയ? നമുക്ക് പ്രാക്ടീസിന്റെ ഒക്കെ എന്താ ആവശ്യമുള്ളത്? വാ. എന്തോ പ്രശ്നമുണ്ടല്ലോ, ചുവടൊന്ന് മാറ്റി പിടിക്കും. കാണിക്കാനായിട്ട് വേറെ സ്റ്റെപ്പ് ഒന്നുമില്ലേ? അവിടെ വെച്ച് വലിയ വാശിയിലങ്ങ് പറഞ്ഞു കിറ്റിയുടെ ടീം പെർഫോം ചെയ്യുമെന്ന്. എന്നിട്ട് എവിടെ കിറ്റിയുടെ ടീം? നിന്റെ കൂടെ ഞങ്ങളില്ലേ? റിജക്റ്റഡ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും കൂടെ ചേർന്നാലേ ഓഡിഷനിൽ സെലക്ട് ആവുന്നാണോ? കിറ്റി, മനസ്സിൽ വിശ്വാസവും കഠിന പ്രയത്നവും ചെയ്താൽ നമുക്കെന്തും സാധ്യമാണ്. സംശയമുണ്ടോ? അതെ, ഒരുപാട് സംശയമുണ്ട് പോപ്പട്ട്, അതും എന്റെ ടാലന്റിൽ. കിറ്റി, നമ്മളെ പെട്രീഷ്യനെ റിജക്ട് ചെയ്തത് അല്ലാതെ സെലക്ഷൻ കമ്മിറ്റി അല്ല. അതെ, നമ്മൾ പ്രയത്നിച്ചാൽ തീർച്ചയായിട്ടും ചിയേഴ്സ് ലീഡർ ആകാൻ സാധിക്കും. അത് നടക്കും തോന്നുന്നുണ്ടോ? ഞാൻ വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പോസിബിൾ ആകും. അതെ, ഇത് മുട്ടയിടാനുള്ള കോമ്പറ്റീഷൻ അല്ല. പച്ച പെയിന്റ് അടിച്ച് പോപ്പട്ടെ, ഞാനൊരു സമയത്ത് ബെസ്റ്റ് ചെയർ ഗേൾ ആയിരുന്നു, അറിയോ നിനക്ക്? എന്താ? എന്റെ ഹസ്ബൻഡ് ബോക്സറാണ്. അദ്ദേഹത്തിന്റെ മാച്ച് ഞാൻ പെർഫോം ചെയ്യായിരുന്നു. ആ സമയത്താണ് അദ്ദേഹം എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടത്. അത് കൊള്ളാലോ, അപ്പൊ ഇത് എളുപ്പമായി.